ഇപ്പൊ ആലപ്പുഴ ബീച്ചിൽ ഇട്ടിട്ടാണ് ഒരു ഹൈജീനിക് ഇല്ലാണ്ട് ഇട്ടേക്കണം. ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. ഇയാൾ ഇങ്ങനെ തിരിഞ്ഞിന്റെ വീഡിയോ എടുത്തോണ്ടായിരുന്നു ആ ഡാൻസ് കളിക്കുന്ന പിള്ളേരെല്ലാം ഫോർച്യൂണർ വാങ്ങി. എന്തോ ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. എനിക്ക് ഡാൻസ് കളിക്കാറുണ്ട്, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ പറയാൻ അറിയാവൂ. ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ. മൊത്തം പണം കൈ വെച്ചോണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്? ഡാൻസ് ഒന്നും കളിക്കണ്ട, വീട്ടുകാരായിട്ട് അടികൂടി ബ്ലോഗ് ഇട്ടാൽ മതി, ഫോർച്യൂണർ വരും. നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. ഇന്നു മുതൽ നമ്മൾ തമ്മിൽ അടിയാണ്, നമ്മളിനി കാണത്തില്ല. അയ്യോ അമ്മേനെ വിട്ട് എവിടെയും പോകുന്നില്ല, ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ ഫുൾ ആക്ടിങ്. എന്റെ പെങ്ങളെ ഉപദേശിക്കാൻ വീട്ടിൽ പോയതാ, ഇപ്പൊ അവർക്ക് എന്നെ കണ്ണെടുത്താ കണ്ടോളൂ. ഞാനിപ്പോ വീട്ടിൽ കയറാൻ കൊള്ളാത്തവരായി. പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. ഇവനെന്താ വല്ല വട്ടുണ്ടോ? ഗുണ്ടിച്ച് എന്നെ ആൾക്കാരെ കൊണ്ട് ഇടിപ്പിച്ച്. എന്ത് ഞാൻ ഗുണ്ടിച്ചെന്ന് പറയും? ഗുണ്ടിച്ചിന് പറയല്ലേ, പിന്നെന്താ പറയണം? ഗുണ്ടി. ഇവിടെ ഗുണ്ടകളെയും ഗുണ്ടികളെയും കൊണ്ട് എന്നെ എന്റെ ചേട്ടനെ അടിപ്പിച്ച്. ഇത് കണ്ട പൊന്നോ ഒടുക്കത്താ പിന്നെ നീ ഇക്കി അടിച്ച പാടല്ലേ? ഓ കട്ടി കട്ടി നശിപ്പിക്കല്ലേ, പറഞ്ഞൂടാ. അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. ചേട്ടൻ നോക്കിയേ, അതല്ല ചേട്ടൻ, ഈ ഹോട്ട് വിളിച്ച് വാങ്ങാനുള്ള പൈസ പോലും വ്യൂസ് ഒക്കെ കുറവാ. ഇടി അതിനൊരു വഴിയുണ്ട്. അച്ഛനും അമ്മേനും പെങ്ങളെ കൊണ്ട് നമുക്കെതിരെ ഒരു ബ്ലോഗ്. അച്ഛാ അമ്മേ, ഇതാണ് സ്ക്രിപ്റ്റ്, അപ്പൊ ഇതിനകത്തുള്ള പറഞ്ഞാ മതി. സെറ്റ്. ആക്ച്വലി എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ആഴ്ചയിലല്ല പ്രശ്നം, ഡെയിലി പ്രശ്നമാണ്. എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞില്ലേ? പെറ്റത് അയാളല്ല, ഞങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങളാ പെറുന്നത്. ചേട്ടാ ഫോർച്യൂണർ വാങ്ങാനുള്ള കാശായി. ഇനി രാവണന്റെ വരവാണ്. A reflection of legendary status. പച്ച വീട്ടിൽ പ്രശ്നത്തിന്റെ മുകളിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി കഴിച്ച് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു. മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേള്ളൂ. പ്രശ്നങ്ങളൊക്കെ മാറി കഴിച്ചു. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് സന്തോഷം പങ്കിടാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. പച്ച വീട്ടിൽ പ്രശ്നത്തിന്റെ പുതിയ ബ്ലോഗുകളായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പട്ടായിലെ ഡീപ് ക്ലീനിങ് ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഫാമിലി ബ്ലോഗ് തുടരും. അതുപോലൊക്കെ തന്നെ വെബ് സീരീസ്. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധം?